بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടക്കാരിൽ, അവിടുത്തെ റുഫഖായിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ ഒരു പ്രത്യേകമായ ആവേശം സത്യവിശ്വാസികളുടെ മനസ്സിൽ ഉണ്ട് എന്നത് ഈമാനിന്റെ ഒരു അടയാളമാണ്. നമ്മളൊക്കെ അതിൽ പരമാവധി പരിശ്രമിക്കുന്നവരും അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെയാണ്. സ്വഹാബികൾ അങ്ങനെ പ്രത്യേകം താല്പര്യക്കാരായിരുന്നു. നബിയുമായി ബന്ധപ്പെട്ടു വരുന്ന കാര്യങ്ങളിൽ പ്രത്യേക ആവേശക്കാരായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഒരു പ്രധാനമായ ഭാഗമാണ് അവിടുത്തെ സുന്നത്തുകളെ ഹയാത്താക്കാനും ആ ജീവിതചര്യകളെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കാനും ഒരാൾക്ക് കഴിയുക എന്നത്. അത് ഒരു കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ അടുത്ത കാലഘട്ടം വരുമ്പോൾ കുറെ കൂടി ശ്രമകരമായി മാറുകയാണ്. അതിന്റെ യഥാർത്ഥ ഫലത്തിൽ എത്താൻ, ഫലം കാണാൻ കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നു എന്നത് ഓരോ കാലഘട്ടവും കഴിയുമ്പോൾ ഒരു വെല്ലുവിളിയായി തീരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാന കാലഘട്ടത്തിൽ സുന്നത്ത് മുറുകെ പിടിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. അന്ന് സ്വഹാബികൾ ചോദിച്ചു, ഇന്ന് കിട്ടില്ല നബിയെ, ഇന്ന് കിട്ടില്ല, അന്നേ കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു കാലം അതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. കാരണം ലോകം മലീമസമാവാൻ ഇനി ഇതിനപ്പുറം വേണോ എന്ന് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് പരിസരങ്ങൾ വളരെ വൃത്തികേടായിരിക്കുന്ന സംസ്കാരങ്ങളിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. സ്വഹാബികളെ പരിചയപ്പെടുത്തുന്നിടത്ത് നാം ശ്രദ്ധിക്കുന്ന ഒരു മഹാനായ സ്വഹാബിയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. നബി ചര്യയെ ആഗ്രഹിക്കുന്നിടത്തും നബി സ്നേഹത്തെ ജീവിതത്തോട് ചേർക്കാൻ പരിശ്രമിക്കുന്നവർക്കും ഒക്കെ മഹാനായ അബൂ ദർ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു മഹാനായ മനുഷ്യനെ കാണാതെ പോവാൻ പറ്റില്ല. ആ ജീവിതവുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും പ്രത്യേകം ഏൽപ്പിച്ച് സമൂഹത്തോട് പരിചയപ്പെടുത്താൻ പറഞ്ഞ് ഏൽപ്പിച്ച ധാരാളം കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന പല സുന്നത്തുകളിലും അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ ഇടനിലക്കാരനായി വരിക എന്ന റോള് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മഹാനായ സ്വഹാബി മുഖേന അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച കുറെ ഉപദേശങ്ങളുണ്ട്. എല്ലാവരും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ. ഓരോ സ്വഹാബികളെയും ഓരോന്ന് പറഞ്ഞേൽപ്പിച്ചതിൽ ഓരോ ധ്വനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചില സ്വഹാബികളെ ചില കാര്യങ്ങളിൽ പ്രത്യേകം ഏൽപ്പിക്കാറുണ്ട്. അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ പ്രധാന റോള് എന്ന് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഫിഖ്ഹ് അറിയാവുന്ന ആള് എന്നതായിരുന്നു. 3 ഖലീഫമാരുടെ കാലഘട്ടത്തിലെ മുഫ്തിയായിരുന്നു അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. നമുക്ക് ചില ഹദീസിന്റെയും ചരിത്രത്തിന്റെയും ശകലങ്ങളിലേക്ക് ഈ കുറഞ്ഞ സമയത്ത് നമ്മുടെ ചർച്ചയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അബൂ ദർ എന്നെല്ലാവരും കേൾക്കാറുണ്ട്. ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന ഉറുമ്പ് എന്നാണ് അർത്ഥം. ചെറിയ ഉറുമ്പ്, ചുമന്ന കളറുള്ള ചെറിയ ഉറുമ്പിനാണ് ദർ എന്ന് അറബിയിൽ പറയാ. ഈ മഹാന്റെ ജീവിതത്തിൽ ഈ ചുമന്ന ഉറുമ്പിനെ അദ്ദേഹം ഒരുപാട് സംരക്ഷിച്ചു പോന്നിട്ടുണ്ടെന്നാണ് ചരിത്രം.
അതായത് തൻ്റെ ജീവിത ആവാസ വ്യവസ്ഥയിലുള്ള സഹജീവികളോട് സ്നേഹം പങ്കിട്ട ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ഈ മഹാനായ സ്വഹാബി. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ബിൻ ജുനാദ എന്നാണ്. അദ്ദേഹത്തിന്റെ ഓമന പേരാണ് അബൂ ദർ എന്നുള്ളത്. മഹാനവറുകളുടെ ഗോത്രമാണ് ഗിഫാർ ഗോത്രം. വളരെ പ്രശസ്തമായ ഗിഫാർ ഗോത്രത്തിന്റെ അംഗമാണ് മഹാനായ അബൂ ദർറിനിൽ ഗിഫാരി. ശരിയായ പേര് ജുന്ദുബ് ബിൻ ജുനാദ അൽ ഗിഫാരി എന്നാണ്. ഉറുമ്പുകളെ വല്ലാതെ സംരക്ഷിക്കുകയും ഉറുമ്പുകളുടെ മുന്നിൽ സ്നേഹപ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തത് ചരിത്രമായി മാറിയതാണ്. അങ്ങനെ സ്വഹാബികൾക്ക് സഹജീവികളോട് സ്നേഹമുള്ളതിന്റെ ഭാഗമായി പലരുടെയും പേരിന്റെ കൂടെ പലതും ചേർന്നിട്ടുണ്ട്. ഉമൈർ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബൂ ഹുറൈറ. പൂച്ചക്കുട്ടികളെ സംരക്ഷിച്ച പൂച്ചക്കുട്ടികളുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന ഒരു ഓമന പേര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ നാമകരണം ചെയ്യപ്പെട്ടതാണ്. അവരുടെ സ്വഭാവ മഹിമ, സഹജീവികളോടുള്ള സ്നേഹപ്രകടനങ്ങൾ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. മഹാനായ അബൂ ദർ ജുന്ദുബ് ബിൻ ജുനാദ അൽ ഗിഫാരി മഹാനവറുകൾ ഹിജറയുടെ 31 32 ഏതോ ഒരു വർഷം, ഒന്നുകിൽ 31 അല്ലെങ്കിൽ 32 വർഷത്തിലാണ് മഹാനവറുകൾ വഫാത്തായിട്ടുള്ളത്. സാധാരണ സ്വഹാബിയല്ല. സ്വഹാബികളിൽ സാബിഖീങ്ങളായ മഹാന്മാരിൽപ്പെട്ട സ്വഹാബിയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ മുസ്ലിമായ ആദ്യ ബാച്ചാണ് മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. ഒരഭിപ്രായം അനുസരിച്ച് ഇസ്ലാമിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് കടന്നു വന്ന ആദ്യ കാലഘട്ടത്തിലെ സ്വഹാബികളിലെ ഒന്നുകിൽ 4-മത്തെ ആള് അല്ലെങ്കിൽ 5-മത്തെ ആള്. മഹാനവറുകൾ മക്കയിൽ വെച്ച് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ പലരും ഭയന്നിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ വകവരുത്തപ്പെടും എന്ന ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ മഹാനവറുകൾ ഒരു കൂസലുമില്ലാതെ ഉറക്കെ ഞാൻ മുസ്ലിമാണെന്ന് മക്കയിൽ വെച്ച് ഹിജറയുടെ മുമ്പ് വിളിച്ചു പറഞ്ഞ ധൈര്യശാലിയായ ഒരു സ്വഹാബിയാണ്. മഹാനവറുകൾ ധൈര്യശാലി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത, അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് മഹാനവറുകൾ ഒരു കൊള്ളക്കാരനായിരുന്നു. വഴിയിൽ വലിയ വലിയ കച്ചവട സംഘങ്ങളെ വേട്ടയാടി അവരുടെ സമ്പത്ത് അപഹരിക്കുന്ന വലിയൊരു റൗഡിയായിരുന്നു, ഒരു വഴികൊള്ളക്കാരനായിരുന്നു അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ ശക്തമായ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അറബികളുടെ ബഹു ദൈവ ആരാധനയോട് അദ്ദേഹം തീർത്തും വിയോജിപ്പുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിലേ പാടുള്ളൂ എന്നാണ്. അതായത് ഏകദൈവ സിദ്ധാന്തം ഉള്ളിൽ കൃത്യമായ ഒരു നിലപാടായി അദ്ദേഹം സൂക്ഷിച്ചു പോന്ന ഒരു മഹാചിന്തകനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം ഒരു വഴിത്തിരിവാൻ ഏറെ എളുപ്പമായി എന്നുള്ളതാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബഹുദൈവ ആരാധനാ സ്വഭാവമുള്ള ഒരിടത്തിൽ വന്നുകൊണ്ട് ഏകദൈവ സിദ്ധാന്തം പറയാൻ വരാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്ന മഹാനായ അബൂ ദർറിൽ ഗിഫാരി എന്ന് പറയുന്ന മഹാനവറുകൾക്ക് ഇസ്ലാമിക ആശ്ലേഷണത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായി, സഹായമായി. ഒരിക്കൽ പോലും തന്റെ ബാല്യത്തിലോ ശൈശവത്തിലോ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി ആരാധന അർപ്പണം ആ മഹാൻ ചെയ്തിട്ടേ ഇല്ല. കുഞ്ഞുനാൾ മുതലേ ഹൃദയത്തിന്റെ അകത്ത് ബഹുദൈവത്വം എന്നത് തികച്ചും അപ്രാപ്യം എന്ന് ചിന്തിച്ചു പോന്ന ഒരു വളർച്ചയും ജീവിതവുമായിരുന്നു മഹാനവറുകളുടേത്. സ്വഹാബികളുടെ കൂട്ടത്തിലെ എല്ലാരും ബഹുമാനിക്കുന്ന ഒരു സ്വഹാബിയായിരുന്നു. ഇന്നഹു മിൻ ഫുളലാഇ സ്വഹാബത്തി വകിബാരിഹിം. സ്വഹാബികളുടെ കൂട്ടത്തിലെ വലിയവർ എന്ന് പറയുന്നിടത്ത് അബൂ ദർ ഉണ്ട് റളിയല്ലാഹു അൻഹു. ബഹുമാനിക്കപ്പെടേണ്ടവർ ഒരു 3 സ്വഹാബിയുണ്ട്, 2 പേർക്ക് ഇരിക്കാനേ സീറ്റുള്ളെങ്കിൽ അതില് അബൂ ദർ ഉണ്ടെങ്കിൽ ഒരു സീറ്റ് അബൂ ദറിന് ഉറപ്പാ റളിയല്ലാഹു അൻഹു. അപ്പൊ എല്ലാരും ബഹുമാനിക്കുന്ന ഒരു സ്വഹാബി. മഹാനവറുകള് അദ്ദേഹത്തിന്റെ ഗിഫാർ ഗോത്രത്തിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഒരു കേട്ടുകേൾവിയും ഉണ്ട്. കണ്ടാൽ ഏകദൈവ സിദ്ധാന്തം വിളമ്പുന്ന, അത് പരിശീലിപ്പിക്കുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആ മഹാനായ മനുഷ്യൻ പറയുന്നതിൽ ഞാൻ മിക്കവാറും അത് ഞാൻ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ മഹാനായ മനുഷ്യന്റെ
പിന്നിൽ നിന്നുകൊണ്ട് അണിയായി പ്രവർത്തിച്ച് ഈ ഏകദൈവ സിദ്ധാന്തത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുമെന്ന തീരുമാനത്തോടു കൂടെ തന്നെയാണ് ഗിഫാർ ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം മക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് മഹാനവറുകൾ ഹബീബായ നബിയെ കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ ഉറപ്പിച്ചു, ഇതൊരു പ്രവാചകത്വമുള്ള ആള് തന്നെ, ഇത് സത്യമാണ്. ആ നുബുവത്തിന്റെ വെളിച്ചം കണ്ടപ്പോൾ തന്നെ ബോധ്യായി, ഇനി ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ആലോചിക്കാനില്ല എന്ന്. നിങ്ങൾക്കറിയണോ, അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അഭിവാദ്യത്തിന്റെ ഏറ്റവും മനോഹരമായൊരു വാക്ക് കടന്നു വന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങനെ പറഞ്ഞു. അത്രയും ബോധ്യായി ഒറ്റ നോട്ടത്തിൽ തന്നെ. ഇസ്ലാമിക ചരിത്രത്തിൽ അഭിവാദ്യത്തിന്റെ പരിപൂർണമായ വാചകം ഉച്ചരിച്ച ആദ്യത്തെ മനുഷ്യൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന ചരിത്രം സൃഷ്ടിക്കുന്നത് അവിടെയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കുന്ന മഹാനവറുകൾ ഉറക്കെ ഇസ്ലാമികാശ്ലേഷണത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. വലിയ ക്രൂരതകൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചുറ്റുപാട് അവിടെ ഉണ്ട് എന്നറിയാം. മുസ്ലിമായി എന്ന് പറയപ്പെടുന്ന ആളെ, അല്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് ബോധ്യമുള്ള ആളെ, ഹബീബിനെ അംഗീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബോധ്യമുള്ള ആളെ ഖുറൈശികൾ പരസ്യമായി ക്രൂശിക്കുന്ന ഒരു ചുറ്റുപാടാണ് മക്കയിൽ ഉള്ളത് എന്ന് ബോധ്യമുണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുന്നില്ല. അത് വിളിച്ചു പറഞ്ഞേ പറ്റൂ എന്നൊരു ആവേശത്തിന്റെ ഒരു പൂതി മഹാനവറുകളുടെ ഉള്ളിലങ്ങ് വന്നിട്ട് മഹാനവറുകൾ ഇസ്ലാമികാശ്ലേഷണം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റണില്ലേ, ധൈര്യമായി അങ്ങ് പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വഴികൊള്ളക്കാരനായ ഒരു ഗുണ്ടയായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശൗര്യവും അദ്ദേഹത്തിന്റെ ആ അക്രമാസക്തിയും ഒരാളെ തകർക്കണമെന്ന വൈരാഗ്യബോധവും ക്രൂരതയൊക്കെ താഴെ ഇറക്കി വെച്ചു. ഇപ്പൊ വിനയവും സ്നേഹവും മാത്രമേ ഉള്ളൂ. കാരണം ആള് പിൻപറ്റുന്നത് ഇസ്ലാമാണ്. മുസ്ലിമായി എന്ന പ്രഖ്യാപനം പച്ചനെ പറയുമ്പോ തന്നെ എല്ലാവരും കൂടി ആ മഹാനവറുകളെ തല്ലി, മഹാനവറുകളെ കല്ലെറിഞ്ഞു, മഹാനവറുകളുടെ ശരീരത്തിലേക്ക് മണ്ണുകൾ വാരിയെറിഞ്ഞു, പൊടി പുരണ്ട് ദൂരെ എവിടെയോ ഹത്താ റമൗഹു അർളാ, ഏതോ ഒരു മനുഷ്യവാസമില്ലാത്ത, ആരും സഞ്ചാരം ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ ഭാഗത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു, തല്ലി അവശനാക്കി. മഹാനവറുകളെ കൊന്നു എന്നതിന് തുല്യം വരുത്തി തീർത്ത് എവിടെയോ ജനവാസമില്ലാത്തടത്ത് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞു. എന്താ കാര്യം? മുസ്ലിമായി എന്നത് പറഞ്ഞപ്പോ. പക്ഷേ ഈ മഹാൻ എവിടെയാണ് കൊണ്ടുപോയി കളയുന്നത് എന്ന് കൃത്യമായി ഫോളോ ചെയ്തു മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, ചരിത്രം ഇബാറത്ത് വായിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു പോവാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാനുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ അബൂദറിൽ ഗിഫാരിയെ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ടുവന്ന് വൃത്തിയാക്കി മഹാനവറുകൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കാൻ വീണ്ടും അവസരം ഉണ്ടായി. മഹാനവറുകൾ മരണപ്പെടുന്നത് ഹിജ്റയുടെ 31 അല്ലെങ്കിൽ 32 വർഷത്തിലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു മയ്യിത്ത് നിസ്കാരം അന്ന് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇസ്ലാമിക പ്രബോധനങ്ങളിലും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ അഥവാ ഫിഖ്ഹിന്റെ മസ്അല ക്രോഡീകരണത്തിലും ഖുർആന്റെ ആയത്തുകൾ ഹിഫ്ള് ആക്കുന്നതിലും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലും ഹദീസുകൾ എമ്പാടും ശേഖരിക്കുന്നതിലും ഗൗരവമേറിയ ഹദീസുകളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കാനുള്ള ഹദീസുകളുടെ സ്പെഷ്യലിസ്റ്റായും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന സ്വഹാബിയുടെ പേരാണ് അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ആകാര ഭംഗി പറയുകയാണെങ്കിൽ നല്ല പൊക്കമുള്ള, ഉയരമുള്ള, നീളമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് നല്ലോണം താടി രോമം ഉണ്ടായിരുന്നു. ശരീരം മുഴുവനും രോമം ഉള്ള പ്രകൃതമാണെങ്കിലും നല്ലോണം താടി നീട്ടി വളർത്തിയ നല്ല കട്ടത്താടിയായിരുന്നു. കസീഫ് ശഅരിൽ ലഹിയ, കട്ടത്താടിയായിരുന്നു. മഹാനവറുകളെ
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹത്തില് എന്തൊക്കെ പറഞ്ഞു വിശേഷിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാത്ത സ്നേഹമായിരുന്നു അബൂദറിനോട് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ തവാദുഇ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിനയം എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും കാണണോ? ഈസാ നബിയെ കണ്ടാൽ ഈസാ നബിയുടെ വിനയം കാണാൻ പറ്റും. ഈസാ നബി വിനയാന്യുതനായി പെരുമാറുന്ന ആ കാഴ്ച ഇനി ആ കാലഘട്ടത്തില് കാണാൻ പറ്റില്ല. ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുമ്പോ അന്നും കാണാൻ പറ്റൂല. അങ്ങനെയുള്ള ആൾക്ക് ഇപ്പൊ അത് കാണണമെങ്കിൽ ഒരു അവസരമുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ പെരുമാറ്റം കണ്ടാൽ മതി. ഇത് ഈസാ നബി പെരുമാറുന്ന പോലെ കൃത്യമായി വ്യക്തമായി ഈസാ നബിയുടെ സമ്പർക്ക രീതികളും വിനയവും കാണാൻ എന്റെ അബൂദറിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ കൃത്യമായ ഫത്വകൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ ഏറെ സ്ഥാനം വഹിച്ചത് അതിന്റെ ഹെഡ്, ഫത്വ കമ്മിറ്റി ഹെഡ് അബൂദർറിൽ ഗിഫാരി എന്ന മഹാനായ സ്വഹാബിയാണ്. ഈ സ്വഹാബിയോട് നബി തങ്ങൾ പലപ്പോഴായി ഒരുപാട് ഉപദേശങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലത് പുണ്യ റബീഇൽ ഒന്ന് പരിചയപ്പെട്ടു വെക്കുന്നത് നല്ലതാ. കാരണം നബി സ്നേഹത്തിന്, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന് അതൊരു വഴി വെക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഞാൻ വേഗം പറയാം. ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു പ്രധാന ഉപദേശം. മഹാനവറുകൾ ആകെ ചീത്തയായി വളരെ മോശം ജീവിതം നയിച്ച ആളായിരുന്നു. അതുകൊണ്ട് നബി ഉപദേശിച്ചു എന്ന് അർത്ഥമാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹാന്റെ റേഞ്ച് ഇപ്പൊ പറഞ്ഞു വെച്ചത്. ആ മഹാന്റെ നിലയം വരെയൊക്കെ ഇപ്പൊ പറഞ്ഞത് എന്താണ്? ആ മഹാൻ വലിയ ആളായിരുന്നു. ആ മഹാൻ മുഖേന ജനങ്ങളിൽ പഠിക്കാനുള്ള കുറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ മഹാൻ വളരെ മോശമായിരുന്നു, നമ്മൾ അതിനേക്കാൾ നല്ലതായിരുന്നു, ആ മഹാനെ നബി തങ്ങൾ ഒരുപാട് ഉപദേശിച്ചു, അതല്ല. ആ മഹാൻ മുഖേന ലോകത്ത് ഒരുപാട് ഉപദേശങ്ങൾ നടക്കാനുണ്ട്. ആ മഹാൻ അത് ഉപദേശിക്കാനുള്ള യോഗ്യത ഉള്ള ആളായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു, അല്ലെങ്കിൽ പറഞ്ഞേൽപ്പിച്ചു, യാ അബൂദർ ഹാസിബ് നഫ്സക ഖബല അൻ തുഹാസബ്. അബൂദർറേ, നിന്റെ ശരീരത്തിന്റെ ഹിസാബ് നീ സ്വന്തം എടുക്കണം. നിനക്കൊരു ഹിസാബ് വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന അബദ്ധങ്ങളും തെറ്റുകളും നമുക്കൊരു കണക്കുണ്ടെങ്കിൽ, ഞാനത് ചെയ്യാൻ പാടില്ല, ഞാനത് ചെയ്തത് തെറ്റായിപ്പോയി, അത് വേണ്ടായിരുന്നു എന്ന് നമ്മെക്കുറിച്ച് സ്വയം വിലയിരുത്തി അത് ഇനി ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കാനൊക്കെ കഴിയുന്ന ഒരു നമുക്ക് സ്വയം വിചാരണ ചെയ്യാൻ നമുക്ക് കഴിയുന്ന ഒരു കഴിവ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ഒരു ശീലം, അത് ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഫൈനഹു അഹ്വന ലി ഹിസാബിക ഗദ. യഥാർത്ഥ ഹിസാബ് നാളെ വരുമ്പോൾ ഇന്നത്തെ ഈ ചെറിയ ചെറിയ ഹിസാബുകൾ സ്വന്തം ജീവിതത്തിൽ ഓരോരുത്തരങ്ങ് പ്രാവർത്തികമാക്കി വന്നാൽ നാളത്തെ ഹിസാബ് എളുപ്പമാകും. അബൂദർറേ എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിൻ നഫ്സക ഖബല അൻ തൂസൻ. നിനക്ക് എന്ത് വിലയുണ്ടെന്ന് നീ ആദ്യം തന്നെ തൂക്കി വെക്കണേ. എന്താ നമ്മുടെ വില? നമ്മുടെ വില നമ്മൾ മണ്ണാകും, നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകൂല എന്നുള്ളതാ നമ്മുടെ വില. എത്ര ഉള്ളവനും 3 തുണിയോ കൊണ്ടുപോകും. എത്ര ഉള്ളവനും പോയി കിടക്കേണ്ടത് ഇരുട്ട് നിറഞ്ഞ ആ മണ്ണിന്റെ പുരയിടത്തിലാണ്, ഖബറിലാണ്. നമ്മുടെ വില അതാ. അത് നീ ആ വിലയെ കുറിച്ചൊരു ധാരണ നിനക്ക് നേരത്തെ വേണം. وتجهز للعرض الأكبر يوم تعرض لا يخفى على الله خافيا. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാം പ്രത്യക്ഷമാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. രഹസ്യങ്ങളെ, സ്വകാര്യതയെ പൊളിച്ചടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ പൊളിച്ചടക്കപ്പെടുന്ന രഹസ്യങ്ങളുണ്ട് എങ്കിൽ സൂക്ഷ്മത വേണേ. അള്ളാഹുവിന്റെ മുന്നിൽ ഒന്നും രഹസ്യം എന്ന രീതിയിൽ അല്ല. അള്ളാഹ്ക്ക് അറിയാത്തൊരു രഹസ്യമല്ല. നബി തങ്ങളുടെ ഉപദേശമായിരുന്നു. ഖുർആൻ പറഞ്ഞ കാര്യമല്ല. സ്വകാര്യത യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് അല്ലാഹ്.
ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ് അല്ലാഹ്. വല്ലാഹു യഖ്ളി ബിൽ ഹഖി വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ളൂന ബിശൈഇ ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു വിധിക്കുന്നവനാ. അല്ലാഹു വിധിച്ചതിനപ്പുറത്തേക്ക് മറ്റൊന്ന് ചെയ്യാൻ ഒരാൾക്ക് കഴിയൂല. ഉള്ളിന്റെ ഉള്ളിലുള്ളത് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹ്. ഈ ഒരു ബോധം നമുക്കും ഉണ്ടാവണം. അതായത് ഒന്നാമത് അറിഞ്ഞു വെക്കേണ്ടത് പുണ്യ റബീഇലെ സ്വകാര്യത സൂക്ഷിക്കണമെന്ന മെസ്സേജാണ് ഈ പറഞ്ഞത്. സ്വകാര്യത അത് ബോധ്യം ഉണ്ടാവുമ്പോഴാ ഒരു നബി സ്നേഹിയാവാൻ പറ്റൂ. സ്വകാര്യതയെ കുറിച്ചൊരു സൂക്ഷ്മതയുടെ ബോധമുള്ളപ്പോഴാ ഒരാൾക്ക് ഒരു നബി സ്നേഹിയാവാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ ഖുർആന്റെ ആയത്തുകളായി അനർഘനിർഗളമായി ഒഴുകി ഒഴുകി വരുമ്പോ ഇബ്രാഹിം നബി ഈ ബോധമുള്ള ആളായിരുന്നു എന്ന് പറയാൻ ഒരു ആയത്ത് തന്നെയുണ്ട്. റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ وما يخفى على الله من شيء في الأرض ولا في السماء. അല്ലാഹുവിനോട് ഇബ്രാഹിം നബി പറയാണ്, പടച്ച റബ്ബേ, ഞങ്ങളെത്ര ഒളിച്ചു വെച്ചാലും ഞങ്ങളെത്ര പരസ്യമാക്കിയാലും രണ്ടും ഒരുപോലെയല്ലേ നിനക്ക്. അല്ലാഹുവേ, നീ അറിയുന്ന പോലെ തന്നെ അത് ഞങ്ങൾക്കറിയാൻ കഴിയൂലല്ലോ. ഞങ്ങൾ പരസ്യമാക്കിയത് നിനക്കറിയാവുന്ന പോലെ അത്രയൊന്നും ഞങ്ങൾക്കറിയാൻ കഴിയില്ല. ഞങ്ങൾ രഹസ്യമാക്കിയതും അതുപോലെ തന്നെ. നിനക്കിത് വ്യത്യാസമുണ്ടല്ലോ. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ആകാശത്തിലും ഭൂമിയിലും അല്ലാഹുവിനെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ ഒരു രഹസ്യവും ഇല്ലെന്ന് സയ്യിദുനാ ഇബ്രാഹിം. ഒരു നബി സ്നേഹിയോട് ആദ്യം പറയട്ടെ, സ്വകാര്യതയിലെ സൂക്ഷ്മത അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പ്രധാന ഘടകമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് പറഞ്ഞു ഇസ്തഹയി മിനല്ലാഹ് فإني والذي نفسي بيده لا ظل حين أذهب إلى الغائط منتفعا بثوبي أستحيي من الملكين اللذين معي. പിന്നൊരിക്കൽ പറഞ്ഞു, മോനെ നാണം വേണോട്ടോ. ഒറ്റയ്ക്കാണ് ടോയ്ലറ്റിൽ പോകുന്നതെങ്കിൽ പോലും അവിടെ വസ്ത്രം ഉയർത്തുന്നതിന്റെ ഒരു സാവകാശം ചുമലിലിരിക്കുന്ന മലക്കുകളോടുള്ള നാണം എന്നോണം എന്നെ വല്ലാതെ പിടിച്ചു വലിക്കാറുണ്ട് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ടോയ്ലറ്റിൽ പോകുന്ന നേരത്ത് വസ്ത്രം അഴിക്കേണ്ടി അല്ലെങ്കിൽ ഉയർത്തേണ്ടി വരുന്നതിനെ അതിന്റെ ഏറ്റവും അടുപ്പിച്ചുള്ള നേരത്തേക്ക് പിന്തിപ്പിച്ച് അതിലും ഒരു നാണം ഉണ്ടായിരുന്നു. എന്റെ രണ്ട് ചുമലിലെ മലക്കുകളോടുള്ള നാണമായിരുന്നു എന്ന് നാണം വേണമെന്ന് ഉപദേശിക്കുന്നിടത്ത് പറഞ്ഞ ഉദാഹരണമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയോട്. പിന്നെ പറഞ്ഞു യാ ബദർ അതുഹിബു അൻ തദ്ഖുലൽ ജന്ന. അബൂദർറേ, നിനക്ക് സ്വർഗ്ഗം ഇഷ്ടമാണോ? സ്വർഗ്ഗപ്രവേശം നീ ആഗ്രഹിക്കുന്നുവോ? കണ്ണ് നിറഞ്ഞു പോയ റസൂലുള്ളാഹിയുടെ ചോദ്യമാണ്. പറഞ്ഞു, ഫിദാക ബി യാ റസൂലല്ലാഹ്. നബിയേ, എന്ത് ചോദ്യാ അത്? സ്വർഗ്ഗം ഇഷ്ടമാണോ, സ്വർഗ്ഗത്തിൽ വരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ, നബിയെ 1000 വട്ടം ഞാൻ തയ്യാറാണ്. എന്നാൽ കേട്ടോളൂ, സ്വർഗമാണോ മോഹം എങ്കിൽ ഫഖ്സിർ മിനൽ അമലി, ആഗ്രഹങ്ങൾ കുറച്ചോ. വജഅലൽ മൗത നസ്ബഇനൈക, നിന്റെ കണ്ണിന്റെ മുന്നിൽ നാട്ടി നിർത്തിയ ഒരു കോല് പോലെ, ഒരു കമ്പ് പോലെ, ഒരു മരക്കുറ്റി പോലെ നീ അതിലേക്കൊന്ന് നോക്കി നിന്നാൽ എങ്ങനെയോ അങ്ങനെ തറച്ചു വെച്ചിരിക്കാ നിന്റെ കൺമുന്നിൽ നിന്റെ മരണം. ഈ ബോധം നിനക്കുണ്ടായാൽ സ്വർഗപ്രവേശം നിനക്ക് എളുപ്പമാ. സയ്യിദുനാ റസൂലുള്ളാഹി
പിന്നെ പറഞ്ഞു മോനെ യാ ബാദർ ഇദാ തബ്ഖത മറഖതൻ ഫഅക്സിർ മാഅഹാ വതഅഹദ ജീറാനക സ്വഹീഹ് മുസ്ലിം. കറി പാചകം ചെയ്യുമ്പോൾ അതൽപ്പം നീട്ടിവെക്കണേ. നീട്ടിവെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കരുതണേ. വെള്ളം കൂട്ടണേന്നാ പറഞ്ഞത്. വെള്ളം കൂട്ടാന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ ഒഴിക്കുക, അതിന്റെ ടേസ്റ്റ് കളയെന്നല്ല അതിനർത്ഥം. ഒരല്പം പ്രതീക്ഷയും കൂടി വേണം, ആരെങ്കിലും എക്സ്ട്രാ ഉണ്ടായാലോ എന്നൊരു കണക്കൂട്ടൽ. എന്നിട്ട് നിന്റെ അയൽവക്കത്ത് കറി വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ നിനക്ക് ബാധ്യതയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂദർ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കാൻ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ് കുന്നാ നസ്തഹീ മിനല്ലാഹ്, നബിയെ ഞങ്ങൾക്ക് അല്ലാഹുവിനോട് നാണം വേണമെന്നൊക്കെ അങ്ങ് പറയാറുണ്ടല്ലോ, ഞങ്ങൾ എങ്ങനെ ഇപ്പം നാണിക്കാൻ നബിയെ? സാധാരണ നാണാണോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹുവോടുള്ള നാണമെന്ന് പറഞ്ഞാൽ ഖബറിൽ പോയി കിടക്കേണ്ടതാണെന്നത് മറന്നു പോവാതിരിക്കലാ, അല്ലാ തൻസൽ മഖാബിറ വൽ ബലാ, നുരമ്പിപ്പോകേണ്ടതാണ് താനെന്നത് മറന്നു പോവാതിരിക്കലാ, വൽ ജൗഫ വബാവഅ, വയറ്റിന്റെ അകത്തേക്ക് പോകുന്നത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് ഒരു തോന്നലുണ്ടാവലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, യാ ബദർ യക്ഫി മിനദ് ദുആഇ മഅൽ ബിർരി മാ യക്ഫി അത്അമ മിനൽ മിൽഹ്. ദുആ ചെയ്യുമ്പോ അത് നന്മകൾ ചെയ്യുന്നതിന്റെ കൂടെ ദ്വാരക്കണം. ആ നന്മകൾ ചെയ്യുന്നിടത്ത് ഓണാഘോഷങ്ങളൊക്കെ ഇങ്ങനെ തകർത്ത് നടക്കാണ് പരിസരത്ത്. ഞാൻ അത്ഭുതപ്പെട്ട ഒരു സ്ഥലത്ത് നബിദിനാഘോഷവും ഓണാഘോഷവും ഒരുമിച്ച. ഓണാഘോഷത്തിന്റെ സംഘാടകർ തന്നെയാണ് നബിദിനാഘോഷം നടത്തുന്നത്, ഒരു ക്ലബിന്റെ നേതൃത്വത്തിൽ. ഞാൻ ആ പോസ്റ്റർ കണ്ട് ചിരിച്ചുപോയി. ഓണാഘോഷം എന്നത് നമുക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ആരോടും അതിന്റെ പേരിലുള്ള വെറുപ്പുകൾ കാണിക്കാനോ വിദ്വേഷ പ്രചരണം നടത്താനോ പാടില്ല. ശറഅ് വിട്ട് അതൊരു ആരാധനയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഒന്നും പറയുന്നില്ല. അതിൽ പല ആരാധനാപാത്രങ്ങളും കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ആരാധനയുടെ ഭാഗമായി തീർത്തും അങ്ങനെ തന്നെ നടക്കുന്ന ചരിത്ര സങ്കല്പങ്ങളും മറ്റുമൊക്കെ വെച്ച് നടത്തപ്പെടുന്ന ഒരു സെലിബ്രേഷൻ നമുക്കത് അനുവാദമില്ലാത്തതാണ്. എന്നാ വിഷമിപ്പിക്കണ്ട. അവരുടെ ചിരിയിലും സന്തോഷങ്ങളിലും നമുക്ക് വിരോധ പ്രകടനങ്ങളില്ലാതെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. കുടുംബശ്രീയും മറ്റുമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഓണാഘോഷങ്ങളിലൊക്കെ നമ്മുടെ താത്താരൊക്കെ വല്ലാതെ കിടന്ന് അതിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ടത് പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നന്മകൾ നിലനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുമ്പോ ആ ദുആഇന് വല്ലാത്ത ഫലമാണുള്ളത്. ഏതുപോലെ നന്മയില്ലാത്ത ആളൊരു ദുആ ചെയ്യുന്ന അവസ്ഥ എങ്ങനെയെന്ന് പറയും, നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല. അവൻ ദുആ ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നന്മ ഉള്ള ആൾ ദുആ ചെയ്യുന്ന പോലെയല്ല. നന്മകളില്ലാത്ത ആള് ദുആ ചെയ്യുമ്പോൾ അമ്പ് ചെയ്യാൻ വേണ്ടി ആ വില്ലെടുത്ത് വെച്ചപ്പോ വില്ല് ക്രോസ് ചെയ്തിരിക്കുന്ന ഒരു നാടയുണ്ട്. ആ നാടയില് അമ്പ് കുറ്റി വെച്ചിട്ട് വലിച്ചു വിടണം. ഈ നാടയില്ലാത്ത വില്ലിൽ അമ്പ് ചെയ്യാൻ ഒരാൾ എത്ര ശ്രമിച്ചാലും നടക്കൂല എന്ന പോലെയാണ് നന്മകളില്ലാത്തോടത്തെ ദുആ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. അങ്ങനെയാണ്. പിന്നെയോ വേറെയും പറഞ്ഞു, കേട്ടോ, ഒരു വലിയ കാര്യം പറഞ്ഞത്. പിന്നെയും പറഞ്ഞു, യാ അബൂദർ ഇന്നല്ലാഹ യുസ്ലിഹു ബിസലാഹിൽ അബ്ദി വലദഹു വവലദ വലദിഹി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു സ്വാലിഹായ മനുഷ്യന്റെ സ്വലാഹിയത്ത് നന്മ കൊണ്ട് അയാളുടെ മക്കളെ അള്ളാഹു നന്നാക്കിയേക്കാം. ഒരു നല്ല മനുഷ്യന്റെ മകനെ
ആ മനുഷ്യന്റെ നന്മയെ പരിഗണിച്ച് അള്ളാഹു നന്നാക്കാം. മകനെ മാത്രമല്ല, മകന്റെ മകനെയും അങ്ങനെയുണ്ട്. നല്ലൊരു വല്ലുപ്പുണ്ടായ മതി, പിന്നാലെ നല്ലത് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, പിന്നെ പറഞ്ഞു യാ ബാദർ ഇന്ന റബ്ബക അസ്സ വജല്ല യുബാഹി അൽ മലായികത ബിസലാസതി നഫർ. അള്ളാഹുവിന് സന്തോഷം കൊടുക്കുന്ന 3 സംഘം ആളുകളെ മലക്കുകളുടെ മുന്നിൽ അള്ളാഹു എടുത്തു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു ആ 3-ൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന 3 സംഘം ആളുകളുണ്ട്. അബൂദർറെ, ഒന്നാമത്തെ ആള് കേട്ടോളൂ, റജുലുൻ യുസ്ബിഹു ഫിൽ അർളി ഫർദാ. ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥലത്ത് സുബഹിയുടെ നേരത്ത് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റുകൊണ്ട്, ആരെയും പ്രതീക്ഷിക്കാതെ, ആരുമില്ലാത്തോടത്ത് ഒറ്റയ്ക്ക് പെട്ടുപോയോടത്ത് സുബഹിയുടെ നേരത്ത് സുബഹി ഖളാ ആക്കാത്ത മനുഷ്യൻ, സുബഹിയുടെ അവ്വൽ വഖത്തിൽ എഴുന്നേറ്റുകൊണ്ട് സ്വന്തം വാങ്ക് വിളിച്ചുകൊണ്ട് ആരുമില്ലാത്തോടത്ത് ഒറ്റപ്പെട്ടാലും ഏത് ഏകാന്തതയിലും ഏത് കൂരിരട്ടിലും ഏത് അപരിചിത പ്രദേശത്തും സുബഹിയുടെ നേരത്ത് സമയത്തെ പരിഗണിക്കുന്നവൻ, അങ്ങനെ അന്ന് സുബഹി നിസ്കരിക്കുന്ന ആ സുബഹി നിസ്കാരം അള്ളാഹുവിനെ ഏറെ സന്തോഷമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ മലക്കുകൾ വിളിച്ചിട്ട് അള്ളാഹു പറയും, കണ്ടോ എന്റെ അടിമയെ കണ്ടോ, എന്റെ യഥാർത്ഥ അടിമയാണ്. അദ്ദേഹത്തോട് കൂടെ ഒറ്റക്ക് നിസ്കരിക്കുന്ന മനുഷ്യന് പിന്തുണ അറിയിച്ചുകൊണ്ട് 70,000 മലക്കുകൾ അയാളുടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ അയാൾ ഇമാമായി നിൽക്കുന്നു എന്ന സങ്കല്പത്തിൽ പിന്നാലെ കൂടാൻ ജിബ്രീലേ 70,000 മലക്കുകളെ അങ്ങോട്ട് നിയോഗിക്കണേ എന്ന് അള്ളാഹു വിളിച്ചു പറയുമെന്ന് ഉക്കമാ ഖാല റസൂലുള്ളാഹി. ആ മനുഷ്യന്റെ സുബഹി നിസ്കാരം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 70,000 മലക്കുകളായ ഏകാന്തതയിൽ വിജന സ്ഥലത്ത് ഇയാളുടെ കൂടെ നിസ്കരിക്കാനുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ് അയാൾ എണീറ്റ് പോയാൽ ഈ മലക്കുകൾ എണീറ്റ് പോവില്ല. ആ മലക്കൾ അവിടെ ഇരുന്നുകൊണ്ട് ആ മനുഷ്യന് പുറത്തു കൊടുക്കാൻ വേണ്ടി സുബഹി വരെ, തൊട്ടടുത്ത പ്രഭാതം വരെ, പിറ്റേ പ്രഭാതം വരെ 24 മണിക്കൂർ അവിടെ ഞങ്ങൾ ദുആരക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വയസ്തഗ്ഫിറൂന ലഹു ഇലൽ ഗദി മിൻ ദാലിക്കൽ യൗം. അന്ന് മുതൽ തൊട്ടടുത്ത ദിവസം വരെ, പിറ്റേ പകൽ വരെ കൃത്യം 24 മണിക്കൂർ അവിടെ ഇരുന്ന മലക്കൾ ദുആരക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന രണ്ടാമത്തെ വിഭാഗം അതും ഇതുപോലെ തന്നെയാണ്. ഒരു മനുഷ്യൻ വറജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ലാ വഹ്ദഹു ഫസജദ വനാമ വഹുവ സാജിദ്. തഹജ്ജുദ് നിസ്കാരം അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന നിസ്കാരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യനോട് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ട. മലക്കുകൾ വിളിച്ചിട്ട് പറയും, എന്റെ അടിമയെ കണ്ടോ, ഇൻദി റൂഹുഹു അബ്ദി റൂഹുഹു ഇൻദി വജസദുഹു ഫി തഅതി സാജിദ്. അവൻ ശരീരം ഭൂമിയില, പക്ഷെ അവന്റെ ആത്മാവ് എന്റെ അടുത്ത. അവനവിടെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്ക, അവന്റെ ശരീരം വഴിപ്പാടില്ല. അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന രണ്ടാമത്തെ നിസ്കാരം അതാ. ഒന്ന് ഏകാന്തതയിൽ വിജനതയിൽ ഒറ്റപ്പെട്ടു പോയോടത്തും സുബഹി. 2 തഹജ്ജുദ് നിസ്കാരം. മൂന്നാമത് പറയട്ടെ, വറജുലൻ, മൂന്നാമത് അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചത് മറ്റൊരാളാണ്. ഇസ്ലാമികമായ കാര്യങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യ ഘട്ടത്തിൽ യുദ്ധത്തിന് പോകേണ്ടി വന്നപ്പോൾ ആ യുദ്ധത്തിൽ വെച്ച് പലരും പിന്തിരിഞ്ഞോടിയോടത്ത് ഒറ്റക്ക് നിന്ന് പോരാടി ധീരനായി ശഹീദായ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞ ഉപദേശങ്ങള് നമ്മളോടുള്ള ഉപദേശമാ. പുണ്യ റബീഉ നമ്മുടെ മുന്നിൽ വെക്കുന്ന പ്രമേയമാ, പ്രവാചക പ്രണയത്തിന്റെ പ്രമേയം നിറവേറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ.
ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരിലും ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഭൂമി സംബന്ധമായ ആധാരത്തിന്റെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാരണം ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബം ദുആ ഇറക്കാൻ പറഞ്ഞു. റബ്ബേ, നീ എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ വീട്ടിൽ മകളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, സലാമത്തിലാക്കണേ അല്ലാ. ആ പെൺകുട്ടിക്ക് സമാധാനപരമായ ജീവിതം നൽകണേ അല്ലാ. വിദേശത്തുള്ള സഹോദരൻ നീ ഖൈർ നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, പിതാവിന്റെ ഓപ്പറേഷനാ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ ദുആ ചെയ്തതാ, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ ഓപ്പറേഷൻ പൂർണ്ണമായി എന്ന് പറഞ്ഞ് കുറച്ചു മുമ്പ് വിളിച്ചു പറഞ്ഞു. അല്ലാഹുവേ, തൃശൂർ സ്വദേശിയായ സഹോദരന് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. പുണ്യ റബീഅല്ലേ തമ്പുരാനെ, നിന്റെ ഹബീബിന്റെ റുഫഖായിൽ ഞങ്ങൾക്ക് കൂടണം, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പലരും ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അനുയോജ്യമായ വിവാഹ ജീവിതം നൽകണേ അല്ലാ, നല്ല ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് റബ്ബേ എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലും തൊഴിലിലുമെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറക്ക് നസീബ് നൽകണേ അല്ലാ. ശ്രമിക്കുന്നവർക്ക് എളുപ്പമാക്കുക അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗ്ഗമാക്കുക അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.